കേരളത്തിൽ യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ സംഘർഷങ്ങൾ, ഏറ്റുമുട്ടലുകൾ കൂടി വരുന്നു. ഇതിൻ്റെ പ്രധാന കാരണം ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണെന്ന് പറയുന്നത്. ഇപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു പഴയകാല സംഭവം. ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് വരുന്നു, കൂടുതൽ MDMA പോലെയുള്ള കൂടുതൽ ഡ്രഗ്സുകളിലേക്ക് വരുന്നു. അപ്പോൾ ഈ സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ഇത്തരത്തിലുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നു. അത് ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ 2 പെൺകുട്ടികൾ ഈ ഇത്തരത്തിലുള്ള മരുന്നുമായി കയ്യിൽ വെക്കുമ്പോൾ പോലീസ് വരുന്നു. പോലീസിനെ കണ്ടവർ കായലിലേക്ക് എടുത്തിയാടുക, അതായത് ബോട്ട് പോകുന്ന കായലിലേക്ക്. അപ്പോൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ സ്കൂളിൽ നിന്ന് വല വീശി പിടിക്കുന്ന വലിയൊരു ഡ്രഗ് മാഫിയ കേരളത്തിലുണ്ടോ? തീർച്ചയായിട്ടും. 2020 പത്തനംതിട്ട ജില്ലയിൽ നടന്ന ഒരു കുട്ടിയെ, 2 കുട്ടികൾ, മൈനറായ 2 കുട്ടികൾ കൊല ചെയ്യപ്പെട്ട ഒരു സംഭവം ഉണ്ടായി. അപ്പം അന്ന് ഇതൊരു വലിയ വാർത്തയായിരുന്നു കേരളത്തിൽ തന്നെ, കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം. കൊറോണ സമയത്തായിരുന്നു. പക്ഷേ 2022-23 കാലഘട്ടമായപ്പോഴേക്കും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളുടെ എണ്ണം കൂടി. 24-ലാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. 2024 ലഹരിയുടെ ഉപയോഗത്തിൽ കേരള സംസ്ഥാനം, കേരളത്തിലെ സർക്കാരുകളോ അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് ബുദ്ധിജീവികളോ സമ്മതിക്കുമോ എന്നറിയില്ല, എങ്കിൽ പോലും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്, അല്ലെ തമിഴ്നാട്, ആന്ധ്ര അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കേരളം ലഹരിയുടെ ഹബ്ബായി മാറിയിട്ടുണ്ട്. അത് കേരളത്തിലെ സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ കേരളത്തിലെ കുട്ടികൾ ലഹരി ഉപയോഗം വളരെ കൂടിയിട്ടുണ്ട്. 2025 ജനുവരി 1 മുതൽ മാർച്ച് 2, നമ്മളിന്ന് ഈ സംസാരിക്കുന്ന ദിവസം വരെ ഏതാണ്ട് 60 ദിവസത്തോളം, ഒരു വർഷം പിറന്നിട്ട് 60 ദിവസമായി. ഈ 60 ദിവസത്തിനിടയ്ക്ക് ഏതാണ്ട് 30ഓളം കൊലപാതകങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൊലപാതകങ്ങൾ 30 അല്ല, ഈ 30 കൊലപാതകങ്ങൾക്ക് പിന്നിലും ലഹരിയുടെ അമിതമായ ഉപയോഗം മൂലമാണ് എന്ന് പോലീസ് തന്നെ സമ്മതിക്കുന്ന ഒരു വസ്തുത നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ പണ്ട് മദ്യം ഉപയോഗിക്കുമായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളല്ല, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ. ഇപ്പം ബിവറേജിൻ്റെ മദ്യഷാപ്പിൽ പോലും വേണ്ടത്ര ക്യൂ ഇല്ല. ബാറുകളിലെ കച്ചവടം വളരെ മോശമാണ്. ബാറുകളിൽ പോയി മദ്യപിക്കുന്നവരെ തന്തവൈബ് എന്നാണ് പറയുന്നത് ചെറുപ്പക്കാരൻ. കാരണം ബാറുകളിൽ പോയി മദ്യം ചെറുപ്പക്കാരെ ആകർഷിക്കുന്നില്ല. പിന്നെ കഞ്ചാവിൻ്റെ ഉപയോഗം, കഞ്ചാവും ഔട്ട്ഡേറ്റഡായി. അതെ, ഇപ്പം പ്രധാനമായിട്ടും MDMA, സ്റ്റമ്പ്, സിന്തറ്റിക് ഡ്രഗ്സ്, അതായത് ലഹരിയിലേക്ക് കൃത്രിമമായ ലഹരി, പിന്നെ ഈ ബ്രൗൺ ഷുഗർ, അതുപോലുള്ള MDMA, അതുപോലുള്ള കൃത്രിമ ലഹരി, സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് ചെറുപ്പക്കാർ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പോലീസിനെ കുറ്റപ്പെടുത്തുമ്പോൾ, നമ്മളിതിൻ്റെ എക്സൈസിനെയും കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ പലപ്പോഴും ഇതിൻ്റെ വ്യാപനം തടയുന്നതിൽ യഥാർത്ഥത്തിൽ ഒരു കേരളത്തിലെ പോലീസും എക്സൈസും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ ഒരു പരിധിവരെ തടയാൻ പറ്റും. പക്ഷേ പലപ്പോഴും പോലീസിന് ജോലിഭാരം വളരെ കൂടുതലാണ്. നമുക്കറിയാം, പോലീസിന് കോട്ട ഉണ്ട്, പ്രത്യേകിച്ച് MVP. അപ്പോൾ അതൊക്കെ ഒരു പ്രധാന ഘടകമാണ്. പോലീസിന് പലപ്പോഴും ലോ ആൻഡ് ഓർഡർ ഡ്യൂട്ടി, എസ്കോർട്ട് ഡ്യൂട്ടി, പൈലറ്റ് ഡ്യൂട്ടി, അങ്ങനെ ഒരുപാട് ഡ്യൂട്ടികൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. കേരളത്തിലെ ക്രമസമാധാന പാലനത്തിൽ ഇപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥന്മാരാരും മോശം, പ്രത്യേകിച്ച് ഈ ചില പോലീസ് ഇൻസ്പെക്ടർമാരോ DYSPമാരോ ഒക്കെ വളരെ കുഴപ്പക്കാരായിട്ടുള്ളവരുണ്ടെങ്കിൽ പോലും കേരളത്തിലെ ക്രമസമാധാന പാലന ചുമതലയുള്ള DGPയോ ADGPയോ അല്ലെ IG മാരോ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും ചുമതലയുള്ള SP മാരോ ഒന്നും വലിയ കുഴപ്പക്കാരൊന്നുമല്ല. വളരെ ആത്മാർത്ഥമായി കഷ്ടപ്പെട്ട് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തതിലും ഡ്രഗ്സിൻ്റെ ഉപയോഗം കുറയ്ക്കാനൊക്കെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നവരാണ്. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിൽ എക്സൈസാണ് ഇതിനകത്ത് കുറച്ചുകൂടി മുന്നിട്ടിറങ്ങേണ്ടത്. കാരണം പോലീസിന് പലപ്പോഴും മറ്റ് ജോലികളുണ്ട്. എക്സൈസിൻ്റെ ഒരു വലിയ ഗുരുതരമായൊരു അലംഭാവം ഇക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഈ ലഹരിയുടെ വ്യാപനം തടയണമെങ്കിൽ സംസ്ഥാന അതിർത്തി കടന്ന് ഒരു ലോഡ് സ്പിരിറ്റോ എന്തെങ്കിലും തരത്തിലുള്ള രാസലഹരിയോ കേരളത്തിലെത്തണമെങ്കിൽ അത് എക്സൈസിൻ്റെ അറിവ് അല്ലെങ്കിൽ എക്സൈസ് വേണ്ടത്ര ജാഗ്രത കാണിച്ചാൽ ഒരിക്കലും ഇതെത്തുകയില്ല. ഇപ്പം നമ്മൾ അടുത്ത സമയത്ത് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ നോക്കണം. ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ രാസലഹരിയുടെ ഉപയോഗമുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ വലിയ ഗൗരവമായ വിഷയമാണ്, ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളെ മാതാപിതാക്കൾ വേണ്ടത്ര കർശന രീതിയിലല്ല വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പം നമ്മളതിന് പല ന്യായങ്ങൾ പറയുന്നുണ്ട്.
പലപ്പോഴും പറയും പഴയ കാലമല്ല, കുട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു കുട്ടി രാവിലെ പോകുന്നു, ആ കുട്ടി പോയിട്ട് എത്ര മണിക്ക് തിരിച്ചു വരുന്നു, ആ കുട്ടിയുടെ മാനസികമായ വളർച്ചയുടെ ഘട്ടത്തിൽ ആ കുട്ടി എന്തൊക്കെ കാണിക്കുന്നു, ആ കുട്ടി കൃത്യസമയത്ത് ഉറങ്ങുന്നുണ്ടോ, ആ സമയത്ത് കുട്ടി കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നുണ്ടോ, ആ കുട്ടിയുടെ കൂട്ടുകാരാരൊക്കെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ മാതാപിതാക്കളും തയ്യാറാവുന്നില്ല. പിന്നെ ഇന്ന് എല്ലാം ഈ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും എല്ലാം ഒരു ഉന്മാദ തിമിർപ്പിലാണ്. അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്, ആ സോഷ്യൽ മീഡിയ ആണെങ്കിലും മറ്റ് സമൂഹത്തിൽ നിന്നൊക്കെ ആണെങ്കിലും അവർ പഠിച്ചു വെച്ചിരിക്കുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്നുള്ള ഒരു പരോക്ഷമായ സന്ദേശം അവർ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഈ ലഹരിയുടെ ഉപയോഗമോ ഒന്നും തന്നെ ഒരു കാര്യമായിട്ട് അവരതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. പക്ഷേ ഈ തലമുറ വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ലഹരിയുടെ ഉപയോഗം മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളെ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ വളരെ 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 കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ വളരെ ശാസ്ത്രീയമായി പഠന റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ കേരളത്തെ ഞെട്ടിക്കുന്ന രീതിയിൽ ലഹരി മാഫിയയുടെ ഇടപെടലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സൈസ് പ്രവർത്തിക്കാത്തത് വലിയൊരു പ്രശ്നമല്ലേ? ഇപ്പം നമ്മൾ വഴിയിൽ നിന്ന് ഒരു യുവാവ് അല്ലെങ്കിൽ യുവതി ഒരു ബോട്ടിലിനകത്ത് ചിലപ്പോൾ ബിയറാകാം അല്ലെങ്കിൽ ലിക്വറാകാം കഴിച്ചുകൊണ്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചുകൊണ്ട് നിൽക്കുന്നു പൊതുവിടങ്ങളിൽ. അവിടേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ ധൈര്യമായിട്ട് ചെല്ലാൻ കഴിയുന്നില്ല. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും ഈ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നെയിം ബോർഡ് അടക്കം ഷൂട്ട് ചെയ്തിട്ട് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു, എൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ശ്രമിക്കുന്നു. എന്തിനാണ് പുലിവാല് പിടിക്കാൻ പോകുന്നത്? ഈ ഒരു ചിന്തയിലേക്ക് ഈ യൂണിഫോം ഇടുന്ന ഉദ്യോഗസ്ഥർ മാറിയോ? ഇതിൻ്റെ ഈ പ്രധാനമായിട്ട് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സോഴ്സാണ് പ്രധാനമായിട്ടും കണ്ടെത്തേണ്ടത്. എവിടെ നിന്ന് ഈ രാസലഹരികൾക്ക് എവിടെ നിന്ന് എത്തുന്നു കൃത്യമായി കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മളതൊരു സ്വകാര്യ ചാനലിൽ ഇരുന്നു കൊണ്ട് നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കറിയാവുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ നമ്മൾ അതിലേക്ക് വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ പിന്നെ നമ്മളും സോഷ്യൽ മീഡിയയിൽ അക്രമം നേരിടും. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും അതൊക്കെ നമ്മൾ അറിയാവുന്നവർ പലരും നമ്മൾ പറയാൻ മടിക്കുമെങ്കിൽ പോലും ഇത് കണ്ടെത്താൻ പറ്റുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ നമ്മുടെ എക്സൈസ് മന്ത്രിയാണെങ്കിലും നമ്മുടെ മറ്റ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ പലപ്പോഴും ഒരുപാട് കമ്മിറ്റികൾ വെച്ചിട്ടുണ്ട്. എക്സൈസ് ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിന്, ലഹരി ഉള്ളവരെ പുനരധിവസിപ്പിക്കുന്നതിന്, ലഹരി ഉപയോഗത്തിൽപ്പെട്ടവരെ ദിശാബോധം നഷ്ടപ്പെട്ട തലമുറയെ കൗൺസിലിംഗ് കൊടുക്കുന്നതിന്. പക്ഷേ നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അടുത്ത സമയത്ത് കേരളത്തിൽ എവിടെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ നടത്തിയിട്ടുള്ള പല റെയ്ഡുകളിലും എത്രമാത്രം ലഹരി കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ അടുത്ത സമയത്ത് പിടിച്ചെടുത്തിട്ടുള്ള രാസലഹരി എത്ര കിലോ വരും എന്ന് നമ്മൾ പരിശോധിച്ചിട്ടുണ്ടോ? കോളത്ത് ഒരു 4 മാസം മുമ്പ് നടത്തിയ, ഒരു 5 മാസം മുമ്പ് നടത്തിയ ഒരു റെയ്ഡിൽ എത്രമാത്രം രാസലഹരി പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അന്ന് മാധ്യമങ്ങളൊക്കെ ഇത് കൊണ്ടാടും, അന്ന് മാധ്യമങ്ങൾ ഇതിനെ വാർത്തയാക്കും. പക്ഷെ പിന്നീട് ഇതിന് ഫോളോ അപ്പ് വരുന്നില്ല. ഈ എത്ര കേസിനകത്ത് കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്, ഈ കേസിനകത്തിൻ്റെ പലപ്പോഴും നമ്മൾ പിടിക്കപ്പെടുന്ന പ്രതികളെന്ന് പറയുമ്പം കൈവശം വെക്കുന്ന ആളിനെയാണ് പലപ്പോഴും പിടിക്കപ്പെടുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മുതിർന്ന ആൾ ഒരു നർക്കോട്ടിക് കൈവശം വെച്ചതിൻ്റെ പുറത്ത് ആ വ്യക്തിയെ പിടിക്കപ്പെടുന്നതുകൊണ്ട് ആ കേസ് അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇത് എത്തിച്ചു കൊടുക്കുന്ന ഏജൻസിയിലേക്കോ ഇതിൻ്റെ സോൾ ഡിസ്ട്രിബ്യൂട്ടറിലോട്ടോ ഈ കേസിൻ്റെ അന്വേഷണം പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും. നമുക്കറിയാം, കൊച്ചിയിലൊരു ഹോട്ടലിൽ നടന്ന ഒരു പാർട്ടിയിൽ പങ്കെടുത്തിട്ട് പോകുന്ന പെൺകുട്ടികൾ, 2 മോഡൽസ്, നല്ല കുടുംബ പശ്ചാത്തലത്തിലുള്ള 2 മിടുക്കികളായ കൊച്ചു പെൺകുട്ടികൾ, അവർ പോകുന്ന വഴിക്കുണ്ടായ ഒരു അപകടത്തെ പറ്റി നമുക്കറിയാം. അന്ന് കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾ പറഞ്ഞു ഇത് ഇന്ന ഉപയോഗം കൊണ്ടാണ്, ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ച് രാസലഹരിയുടെ ഉപയോഗം കാര്യക്ഷമമായിട്ടുണ്ട്. ആ ഹോട്ടലിൻ്റെ പേര് നമ്മൾ പറയുന്നില്ല, പക്ഷേ നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഹോട്ടൽ കേന്ദ്രീകരിച്ച്, പക്ഷേ അതിന് ഫോളോ അപ്പ് ഉണ്ടായില്ല. കേരളത്തിലെ മിക്ക മാധ്യമങ്ങളും ആ വാർത്ത മനഃപൂർവ്വം മുക്കി എന്ന് പറയുന്നതാണ്. മാധ്യമധർമ്മം പലപ്പോഴും പാലിക്കപ്പെടുന്നില്ല. ആ ഹോട്ടൽ മാത്രമല്ല, കൊച്ചിയിലെ പ്രധാനപ്പെട്ട 1-2 ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നു എന്നുള്ള ദുരൂഹ സാഹചര്യത്തിൽ അവിടെ നിന്നും പുറത്ത് ആ ഹോട്ടലിൽ പാർട്ടിയിൽ പങ്കെടുത്തിട്ട് പോയിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും കൊല ചെയ്യപ്പെട്ട സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. കോവളത്തുണ്ടായിട്ടുണ്ട്, തൃശ്ശൂരുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ കൊലപാതകങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് പുറത്തു പോയി ഇതിൻ്റെ രഹസ്യങ്ങൾ അറിയാവുന്നവരോ അല്ലെങ്കിൽ ട്രാപ്പിൽപ്പെട്ടവരോ പുറത്തു പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുള്ളത്
അമൂർത്താനന്ദജി അല്ലെങ്കിൽ ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ സിനിമകളിലോ ജോഷി സിനിമകളിലോ അല്ലെങ്കിൽ അത്തരത്തിൽ സിനിമകൾ മാത്രമായിരുന്നു, ഐ വി ശശി സിനിമകളിലോ ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ ലഹരിയുടെ ഒരു ഇത് കണ്ടിട്ടുള്ളത്. ജോസ് പ്രകാശും ഒക്കെ അതുപോലുള്ള ഒരു ഗ്യാങ് ലീഡറും ബാലൻ കെ നായരും ഒക്കെയുള്ള ഒരു ഗ്യാങ് ലീഡറും മറുഭാഗത്തിതും അപ്പോൾ അല്ലെങ്കിൽ ഷാജി കൈലാസിൻ്റെ സിനിമകളിലൊക്കെ നമ്മൾ അത്തരത്തിലുള്ള അണ്ടർ വേൾഡ് ഡോൺസ് അല്ലെങ്കിൽ അവരെ കേന്ദ്രീകരിച്ചുള്ള ലഹരി കച്ചവടമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളെ കാലത്തിന് എത്രയോ കാലങ്ങൾ മുമ്പേ ഈ അവരിതൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പം അതിനുശേഷം നമ്മളിപ്പോൾ ഇത് കാണുമ്പോൾ ഇത് ഞെട്ടിപ്പിക്കുന്ന സംഗതിയാണ്. സർക്കാർ ഇക്കാര്യത്തിൽ സർക്കാരിനോടൊപ്പം തന്നെ പലപ്പോഴും മാധ്യമങ്ങൾക്കുള്ളൊരു പ്രശ്നമുള്ളത്, മാധ്യമങ്ങൾ പലപ്പോഴും ചില സത്യങ്ങൾ പുറത്തു പറയാൻ മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതൊരു വലിയ കേരളത്തിലെ മാധ്യമ സെമിനാറുകൾ നടത്തും, മാധ്യമ സിമ്പോസിയങ്ങൾ നടത്തും, വലിയ മാധ്യമ കോൺക്ലേവുകൾ നടത്തും. പക്ഷേ മാധ്യമങ്ങൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ മുക്കാനാണ്. ഈ കൊച്ചിയിലെ ഹോട്ടലിൽ നടന്ന ഈ കൊലപാതകം, അന്ന് നടന്ന കൊലപാതകം വർഷങ്ങളായിട്ടില്ല. അത് കഴിഞ്ഞ് ദേശീയപാതയിൽ വെച്ച് ആ പെൺകുട്ടികളെ ഓടിച്ചിരുന്ന വണ്ടിയെ ഫോളോ ചെയ്ത് പോയി മരത്തിലിടിച്ച് എന്നുള്ള മട്ടിൽ ആ പെൺകുട്ടികളവിടെ കൊല്ലപ്പെട്ടുന്നു. ആ സംഭവം യഥാർത്ഥത്തിൽ പ്രോപ്പറായി അന്വേഷിച്ചിരുന്നുവെങ്കിൽ അത് വലിയൊരു ലഹരി മാഫിയയിലേക്കുള്ള ഒരു അന്വേഷണം ചെന്നെത്തുന്ന ഘട്ടത്തിൽ ആ അന്വേഷണത്തെ അവിടെ വെച്ച് തന്നെ അട്ടിമറിക്കപ്പെട്ടു. ഇത്തരത്തിൽ കേരളത്തിൽ അട്ടിമറിക്കപ്പെട്ട കേസുകൾ പരിശോധിച്ചാൽ ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താൻ കഴിയും. അങ്ങനെ കണ്ടെത്തി ഈ പറയുന്ന ഭാവി തലമുറ വഴിതെറ്റാതിരിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സർക്കാർ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര. ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ അടിക്കാൻ പറ്റില്ല, കുട്ടികളെ വഴക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും ഇന്നത്തെ കുട്ടികളെല്ലാം ഹൈടെക് സാങ്കേതിക വിദ്യയിൽ വളരുന്ന കുട്ടികളാണ്. എല്ലാ കുട്ടികളുടെയിലും പണമുണ്ട്, എല്ലാ കുട്ടികളുടെയിലും ആധുനിക സാങ്കേതിക വിദ്യകളുണ്ട്. കുട്ടികൾ രാവിലെ പോയാൽ കുട്ടികൾ എത്ര മണിക്ക് തിരിച്ചു. ഒന്നാമത്തെ പ്രശ്നം, ഈ പുതിയ തലമുറയിൽപ്പെട്ട മാതാപിതാക്കൾക്ക് ഈ കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയവുമില്ല. കാരണം അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും കാരണം യഥാ രാജ തഥാ പ്രജ. കുട്ടികൾ അമ്മമാരെയും അച്ഛന്മാരെയും കണ്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നോക്കൂ, നമ്മൾ നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ വളരുന്ന എത്ര കുട്ടികൾ ഇത്തരത്തിലുള്ള ലഹരിയുടെ കണ്ണികളിൽ പെടുന്നുണ്ട്? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ നമ്മൾ ഈ സത്യങ്ങളൊന്നും പുറത്തു പറയാൻ പറ്റത്തില്ല. പക്ഷെ കേരളം നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടി കൂടുതൽ ലഹരിയുടെ ഹബ്ബായി മാറുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതിന് സർക്കാർ ഇനി അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ പ്രാർത്ഥിക്കാം. അതേ പറ്റൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.